വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസിന് ഇനി ഒരു കാരണവശാലും UDF-ൽ പ്രവേശനം നൽകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുന്നണിയിലേക്ക് ഇല്ലെന്ന നിലപാട് ചന്ദ്രശേഖരൻ സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. മുതിർന്ന നേതാക്കൾ കൂടി ഇടപെട്ട് നിരന്തരമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് UDF അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചത്. അയാളുമായി നിരന്തരം സംസാരിച്ചിരുന്നു. ഇങ്ങനെ സംസാരിക്കാൻ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമോ സ്ഥലക്കച്ചവടമോ വല്ലതുമുണ്ടോ? സതീശൻ മാധ്യമങ്ങളോട് ചോദിച്ചു. ഇത് നമുക്കൊരു അനുഭവമാണ്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇടപെടണം എന്ന അനുഭവമായി ഈ വിഷയം എടുക്കുന്നു. മുന്നണി പ്രവേശനം സംബന്ധിച്ച് അദ്ദേഹം നിരന്തരം വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. ഞാൻ കോൾ റെക്കോർഡ് വരെ കാണിച്ചതല്ലേ. ഇങ്ങനെ വിളിക്കാൻ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമോ സ്ഥലക്കച്ചവടമോ വല്ലതുമുണ്ടോ? എന്നോട് സംസാരിക്കാനും കന്റോൺമെന്റ് ഹൗസിൽ വന്ന് എന്നെ കാണാനും രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയി കാണാനും ഒക്കെ മുന്നണി പ്രവേശനമല്ലാതെ വേറെ എന്ത് കാര്യമാണുള്ളത്? മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പമാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചത്. മിനിഞ്ഞാന്നും ഇന്നലെ രാവിലെയുമായി ഇക്കാര്യം ചർച്ച ചെയ്തതാണ്. അത് വിട്ടേക്ക്, ഞങ്ങൾ ആ വാതിലടച്ചു, പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഇന്ത്യൻ നാഷണൽ കാമരാജ് കോൺഗ്രസ് പാർട്ടി നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിരവധി തവണ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് UDF-ലേക്ക് എടുത്തതെന്ന് ഇന്നലെ തന്നെ സതീശൻ വ്യക്തമാക്കിയിരുന്നു. UDF-ൽ അദ്ദേഹത്തിന്റെ കാര്യം ചർച്ചയ്ക്ക് വെച്ചിരുന്നു. എതിർപ്പില്ലെന്ന് ഘടകകക്ഷികൾ അറിയിച്ചിരുന്നു. തുടർന്ന് ആദ്യഘട്ടമെന്ന നിലയിലാണ് അസോസിയേറ്റ് മെമ്പറാക്കിയത്. UDF-ലേക്ക് വരാൻ താൽപ്പര്യമുള്ളവർ രേഖാമൂലം കത്ത് നൽകിയിരുന്നു. ചന്ദ്രശേഖരൻ വിളിച്ചപ്പോൾ UDF-ൽ തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ പിന്മാറിയതിന്റെ കാരണം അറിയില്ല. UDF ഘടകകക്ഷിയാക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അസോസിയേറ്റ് അംഗമാക്കിയതിൽ അതൃപ്തിയുണ്ടാകും. അസോസിയേറ്റ് അംഗമാകാൻ താൽപ്പര്യമില്ലെങ്കിൽ വേണ്ട. അവർക്ക് വരാനും വരാതിരിക്കാനും അവകാശമുണ്ട്. എന്തായാലും തീരുമാനത്തിൽ UDF നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. NDA ഘടകകക്ഷിയായ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ഇന്ത്യൻ നാഷണൽ കാമരാജ് കോൺഗ്രസ് പാർട്ടിയെ UDF അസോസിയേറ്റ് അംഗമാക്കാനുള്ള തീരുമാനം ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനം നടത്തി UDF-ലേക്ക് ഇല്ലെന്ന് അറിയിച്ചത്. UDF പ്രവേശന വാർത്തകൾ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആർക്കും കത്ത് നൽകിയിട്ടില്ല. നൽകിയെന്ന് പറയുന്ന തന്റെ അപേക്ഷ പുറത്തുവിടാൻ UDF നേതാക്കൾ തയ്യാറാകണം. NDAയുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പരിഹരിക്കാൻ പ്രാപ്തനുമാണ്. തനിക്കുള്ള വിഷയങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഒരു പരിധിവരെ പരിഹരിച്ചിട്ടുണ്ട്. നിലവിൽ NDA വൈസ് ചെയർമാനാണ്. രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം മെച്ചപ്പെട്ട പരിഗണന നൽകുന്നുണ്ട്. താൻ ഇപ്പോഴും ഒരു സ്വയം സേവകനാണ്. NDA മുന്നണിയുമായി പല അതൃപ്തികളുമുണ്ടെങ്കിലും അതിൽ നിന്ന് ചാടിപ്പോകാൻ മാത്രം അതൃപ്തിയില്ല, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. NDA ഘടകകക്ഷികളോട് കാണിക്കുന്ന സമീപനം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. 300ഓളം സീറ്റുകൾ BDJS-ന് കൊടുത്തതിൽ അവർ വിജയിച്ചില്ല. ഞങ്ങൾക്ക് 4 സീറ്റ് മാത്രമേ നൽകിയുള്ളൂ. അതിലൊന്ന് ജയിച്ചു. ഘടകകക്ഷികൾക്ക് വോട്ടിടാനുള്ള വൈമനസ്യം BJP-ക്കുണ്ട്. ആ സമീപനം BJP തിരുത്തണം, വിഷ്ണുപുരം പറഞ്ഞു.